എന്താ ഗോപിയേട്ടാ, മനസ്സിലെന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും തുറന്നു പറ. വേറെ ഒരു പ്രശ്നവുമില്ല. അസുഖം വരുന്നതിന് വേറെ വല്ല കാരണവും വേണോ? വലിയ CBI-കാരി ഇവിടെ നിൽക്കല്ലേ. ഞങ്ങള് പോകുന്നത് ഒളിഞ്ഞു നിന്ന് കണ്ടതാണല്ലോ. ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. ഏട്ടൻ ഓഫീസിൽ പോകാതെ തിരിച്ചു വരുമ്പോഴേ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നോന്ന്. ആന്റി ഈ പറഞ്ഞത് സത്യം തന്നെയാ. തലവേദനയാണ്, ഇപ്പൊ പുറത്തു പോവണ്ട, വയ്യാന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടും ആന്റി അല്ലേ നിർബന്ധിച്ച് ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അച്ഛൻ എത്രത്തോളം ടെൻഷനിലായിരുന്നോ അതിനേക്കാളും നെർവസ് ആയിരുന്നു ആന്റി. നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത വലിയ എന്തോ പ്രശ്നമാണെന്നും പറഞ്ഞിട്ടാണ് അച്ഛനെ ആന്റി ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. എന്താ ശരിയല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എന്തായാലും അച്ഛനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പുറത്തുപോയി. അതിനുശേഷം ആന്റി എന്തിനാ അച്ഛനെ അവിടെ തനിച്ചാക്കി ഒറ്റയ്ക്കിങ്ങ് പോന്നത്? ഇതെന്താ നീ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യുന്നത്? മര്യാദയ്ക്ക് നാവടക്കി നിന്നോളണം. ഞാൻ ഏട്ടനെ തനിച്ചാക്കിയിട്ട് വന്നതൊന്നും അല്ല. ഇപ്പൊ വരുന്നില്ല എന്ന് ഏട്ടൻ തന്നെയാ എന്നോട് പറഞ്ഞത്. പ്രതിക്കൂട്ടില് കിട്ടിയ പ്രതിയോടെന്ന പോലെ നിന്റെ ഭാര്യ നിന്ന് വലിയ വക്കീല് ചമയുന്നത് കണ്ടിട്ട് നീ അവിടെ നോക്കിയിരുന്ന് ആസ്വദിക്കുകയാണല്ലേ? എന്റെ ഏട്ടനാണ് ഈ ഇരിക്കുന്നത്. എന്റെ ഏട്ടൻ എന്തേലും സംഭവിച്ചാ എനിക്കും വേദനിക്കും. അതോർമ്മ വേണം. എനിക്കും എന്റെ ഏട്ടനും ഇടയില് 1000 പ്രശ്നങ്ങൾ കാണും. അതിനെയൊക്കെ ഇഴകേറി പരിശോധിക്കാനുള്ള അധികാരമൊന്നും ഇവിടെ ആർക്കും ഞാൻ തന്നിട്ടില്ല. ഇത്തരം വൃത്തികെട്ട ഏർപ്പാടുകൾക്ക് നിന്നുകൊടുക്കാൻ എനിക്കൊട്ട് താല്പര്യവുമില്ല. പോയതും സംസാരിച്ചതും ഒക്കെ പോട്ടെ, അച്ഛൻ എന്താ അമ്മയുടെ കൂടെ തിരിച്ചു വരാതിരുന്നത്? എനിക്ക് വയ്യ ഗൗതം, കുറച്ചു നേരം എനിക്ക് റെസ്റ്റ് എടുക്കണം. ഗൗതൊന്നും മിണ്ടാതിരുന്നേ. കോവിഡിനകത്തോണ്ടേ കിടത്തിട്ട് വാ ഗോപിയേട്ടാ. പിടിക്കാം. ഇറ്റ്സ് ഓക്കെ. അച്ഛൻ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്, അക്കാര്യം ഉറപ്പാണ്. അച്ഛന് ഷോക്ക് ഉണ്ടാക്കുന്ന എന്തോ കാര്യം തന്നെയാ വസുന്ധര ആന്റി പറഞ്ഞിരിക്കുന്നത്. അതെന്തായിരിക്കും?